ബാക്ക് ടു കോഫേർട്ട് സ്നേഹ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീട്ടിലേക്ക് പോകാം. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ പ്രവീൺ പ്രണവിനെ കുറിച്ചാണ്. എനിക്കറിയാം നിങ്ങൾക്കൊരു പ്രത്യേക ഇൻട്രൊഡക്ഷൻ ഒന്നും ഇവരെക്കുറിച്ച് തരേണ്ട ആവശ്യമില്ല എന്നുള്ളത്. അത്രയും ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഫാമിലി വ്ളോഗേഴ്സ് തന്നെയാണ് പ്രവീൺ, പ്രണവ്. ഈവൻ പ്രവീണിനെ ആണെങ്കിലും പ്രണവിനെ ആണെങ്കിലും മൃദു, അച്ഛൻ, അമ്മ ഇവരെല്ലാവരെയും നിങ്ങൾ എത്രമാത്രം സ്നേഹിക്കുന്നു എന്നുള്ളത് റീസെൻ്റ്ലി വരുന്ന അവരുടെ വീഡിയോസിൻ്റെ താഴെയുള്ള കമൻറ്റ് സെക്ഷൻ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മോസ്റ്റ്ലി വരുന്ന കമൻറ്റ്സ് മുഴുവനും കൊച്ചു എവിടെ എന്നാണ് ചോദിക്കുന്നത്. അത് തന്നെയാണ് എനിക്കും ചോദിക്കാനുള്ളത്. എവിടെയാണ് കൊച്ചു നീ ഉള്ളത്? കേരളക്കാരെ മുഴുവൻ എന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, കൊച്ചു എവിടെ, എന്നിട്ട് നീ എവിടെയാണ് പോയി കിടക്കുന്നത്? പ്ലീസ് കം ബാക്ക് ടു യുവർ മെയിൻ ചാനൽ ആൻഡ് മേക്ക് യുവർ ഓഡിയൻസ് ഹാപ്പി. വേറൊന്നും കൊണ്ടല്ല, നിങ്ങളെ അത്രമാത്രം ആളുകളാണ് കൊച്ചു എവിടെയെന്ന് ചോദിച്ചിട്ട് വരുന്നത്. സോ ആസ് എ ഫാമിലി വ്ളോഗർ ഡെഫിനറ്റ്ലി യു ആർ റെസ്പോൺസിബിൾ ടു ആൻസർ ദിസ് ക്വസ്റ്റ്യൻ. ബിക്കോസ് നിങ്ങളുടെ ചാനലിലൂടെ, നിങ്ങളുടെ വ്ളോഗ്സിലൂടെ നിങ്ങളുടെ വീട്ടിൽ ഡെയിലി നടക്കുന്ന കാര്യങ്ങളാണ് നിങ്ങൾ കാണിച്ചുകൊണ്ടിരുന്നത്. സോ ആസ് എൻ ഓഡിയൻസ് അവരെപ്പോഴും നിങ്ങളെ അവരുടെ ഫാമിലിയിൽ ഒരു മെമ്പറായിട്ടായിരിക്കും കൺസിഡർ ചെയ്യുന്നുണ്ടാവുക. അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് ഇത്തരം ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അമ്മ എവിടെ, അച്ഛൻ എവിടെ, കൊച്ചു എവിടെ എന്നുള്ള ഇത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത് അവർ നിങ്ങളെ അവരുടെ വീട്ടിലെ ഒരു മെമ്പറായിട്ട് കൺസിഡർ ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ്. എസ്പെഷ്യലി ഈ ഒരു ഡെലിവറി വ്ളോഗിൽ നമ്മുടെ പ്രവീൺ വന്നിട്ട് ഒറ്റയ്ക്ക് എല്ലാ കാര്യങ്ങളും ഓടിച്ചാടി ചെയ്യുന്നത് കാണുമ്പോഴുമാണ് ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. സോ അവരെ അതിന് തെറ്റ് പറയാനും പറ്റില്ല. കാരണം നേരത്തെ ഒക്കെ നിങ്ങളെല്ലാവരും കൊച്ചുവാണെങ്കിലും അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും അത്ര ലവിങ് ആയിട്ടുള്ള, അത്രയും സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ഫാമിലി ആയിരുന്നു. സോ ഇത്രയും ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ആരും പ്രവീണിനെ ഹെൽപ്പ് ചെയ്യാനില്ല, അയാൾ ഒറ്റയ്ക്ക് എല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്യുന്നു എന്ന് കാണുമ്പോൾ ആളുകൾ ഇത്ര ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ നമുക്കതിനെ ഒരിക്കലും തെറ്റ് പറയാനായിട്ടും പറ്റത്തില്ല. പിന്നെ അവരുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ ചിന്തിക്കുകയാണെങ്കിൽ മേ ബി അന്നത്തെ ഡേ കൊച്ചിൻ്റെ ലൈഫിലെ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയ കാര്യത്തിന് വേണ്ടി ഔട്ട് ഓഫ് ടൗൺ ആണെങ്കിൽ അവിടെ എത്തി പ്രണവിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കില്ലല്ലോ. അതുപോലെ തന്നെ അവർ ഹോസ്പിറ്റലിൽ പോയതും അതുപോലെ തന്നെ കുഞ്ഞിനെ കണ്ടതിൻ്റെ ഒക്കെ റീൽസ് അവർ തന്നെ ഷെയർ ചെയ്തിട്ടുണ്ട്. ഗവൺമെൻറ് ഹോസ്പിറ്റൽ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിലേക്ക് രണ്ടുപേർക്ക് മാത്രമേ പ്രവേശിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ വീഡിയോ എടുക്കുന്നതിനും റെസ്ട്രിക്ഷൻസ് ഉണ്ടെന്ന് പ്രവീണിൻ്റെ വീഡിയോയിൽ പറയുന്നുണ്ട്. സോ മേ ബി അതുകൊണ്ടായിരിക്കും എല്ലാവരും ഒരുമിച്ചുള്ള ഒരു റിയാക്ഷൻ കാണാൻ നിങ്ങൾക്ക് പറ്റാത്തതായിട്ടുണ്ടാവുക. സോ വരും ദിവസങ്ങളിൽ ഇവരെല്ലാവരും കൂടെയുള്ള വീഡിയോസ് നമുക്ക് കാണാനായിട്ട് സാധിക്കട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുകയാണ്. പിന്നെ വരുന്ന ഒരു വലിയൊരു കോൺട്രവേഴ്സി എന്ന് പറയുന്നത്, ഇത്രയും ക്യാഷ് ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ വൈഫിനെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഡെലിവറിക്ക് കൊണ്ടുപോയത്, എന്തുകൊണ്ട് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടില്ല? സോ ഇതിന് അവർ തന്നെ റിപ്ലൈ കൊടുക്കുന്നുണ്ട് അവരുടെ ചാനലിൽ. സോ നമുക്ക് അതിൻ്റെ ചെറിയൊരു പോർഷൻ കണ്ടിട്ട് തിരിച്ചു വരാം. താലൂക്ക് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയി. താലൂക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ ഡോക്ടറിനെ കാണിച്ചു, അഡ്മിറ്റ് ചെയ്തു. ഡോക്ടർ അവിടുന്ന് നേരെ ഇങ്ങോട്ട് റെഫർ ചെയ്യുമായിരുന്നു. അവർ പറയണത് 35 വീക്ക് ആയിട്ടില്ല, അതുകൊണ്ട് തന്നെ വീക്ക് ആയാൽ മാത്രമേ അവിടെ എടുക്കത്തുള്ളൂ, ഇല്ലെന്നുണ്ടെങ്കിൽ നേരെ മെഡിക്കൽ കോളേജിലോട്ട് റെഫർ ചെയ്യാനാണ് പറഞ്ഞത്. അവിടുന്ന് നേരെ റെഫർ ചെയ്തു താലൂക്ക് ഹോസ്പിറ്റലിൽ നിന്ന്. അതാണ് പറയുന്ന റീസൺ. ആരെ ആലോചിച്ചോണം, അവിടെ ഒരു അത്രയും സീരിയസ് ആയിട്ടുള്ളൊരു കേസാണ്. ഒരു ആംബുലൻസ്. അപ്പൊ ഇവർ പറഞ്ഞതുപോലെ തന്നെ പെട്ടെന്ന് ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ വന്നതുകൊണ്ടും അർജന്റ് കെയർ കൊടുക്കേണ്ടതായിട്ടുള്ളത് കൊണ്ടുമാണ് താലൂക്ക് ഹോസ്പിറ്റലിൽ നിന്നും SITയിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടി വന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇവരുടെ വൈഫിനെ ഏത് ഹോസ്പിറ്റൽ ഡെലിവറി നടത്തണം, അല്ലെങ്കിൽ വൈഫിനെ ഏത് ഹോസ്പിറ്റലാണ് ഡെലിവറി നടത്തേണ്ടത് എന്നുള്ളത് ഇവർ രണ്ടുപേരുടെയും പേഴ്സണൽ ഡിസിഷനാണ്. പിന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലായാലും പ്രൈവറ്റ് ഹോസ്പിറ്റലായാലും രണ്ടിനും അതിൻ്റേതായിട്ടുള്ള പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ് സൈഡുണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ വെദർ ഇറ്റ് ഈസ് പ്രൈവറ്റ് ഓർ ഗവൺമെൻറ് ഹോസ്പിറ്റൽ, എത്രമാത്രം കഴിവുള്ള, എത്ര എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഡോക്ടറാണെന്നാണ് നോക്കേണ്ടത്. അതുപോലെ തന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ മെയിനായിട്ട് വരുന്ന കംപ്ലയിൻറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ നഴ്സസ് ആണെങ്കിലും അവിടുത്തെ സ്റ്റാഫ് ആണെങ്കിലും അവരുടെ ബിഹേവിയർ ഭയങ്കര റൂഡായിട്ടാണെന്നുള്ളതാണ് കൂടുതലും കേട്ടുവരുന്ന ഒരു കംപ്ലയിൻറ്റ്. ആക്ച്വലി എല്ലാ ഗവൺമെൻറ് ഹോസ്പിറ്റലും അങ്ങനെ അല്ലെങ്കിൽ കൂടെയും മോസ്റ്റ്ലി മിക്കവാറും ഈ ഗവൺമെൻറ് ഹോസ്പിറ്റൽസിന് വരുന്ന കംപ്ലയിൻറ്റ്സ് അവർ റൂഡായിട്ട് ബിഹേവ് ചെയ്യുന്നു എന്നുള്ളതാണ്. പിന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ചില പ്രൈവറ്റ് ഹോസ്പിറ്റലൊക്കെ ഭയങ്കര ഒരു ബിസിനസ് മൈൻഡ് ആയിരിക്കും. നമ്മളവിടെ ചെറിയ എന്തെങ്കിലും കാര്യത്തിന് പോവുകയാണെങ്കിൽ തന്നെ അവിടെയുള്ള എല്ലാ മെഷീൻസിലൂടെയും നമ്മളെ കയറ്റി ഇറക്കി നമ്മളെ കയ്യിലുള്ള എല്ലാ പൈസയും എങ്ങനെയെങ്കിലും അവിടെ സ്പെൻഡ് ചെയ്യിപ്പിക്കുക എന്നുള്ളതായിരിക്കും ചില പ്രൈവറ്റ് ഹോസ്പിറ്റലിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അവർക്ക് മന്ത്ലി ടാർഗറ്റ്സ് ഉണ്ടാവും, എത്ര പേഷ്യൻസിനെ ഏതൊക്കെ മെഷീൻസിലൂടെ കയറ്റി ഇറക്കണം എന്നുള്ളതിന്. അതുപോലെ തന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ ഏതൊക്കെ പാർട്സ് ആണ് മിസ്സിങ് എന്ന് പോലും നമുക്ക് പറയാനും പറ്റത്തില്ല. സോ ഹോസ്പിറ്റൽ ഏതായാലും ഗവൺമെൻറ് ആയാലും പ്രൈവറ്റ് ആയാലും നല്ല ഒരു ഡോക്ടർ, നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള കഴിവുള്ള ഡോക്ടറിൻ്റെ അടുത്ത് പോവുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള കാര്യമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ എന്ത് തന്നെ ആയാലും നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് പോലെ കൊച്ചും പ്രവീണും
മൃദുവും അമ്മയും അച്ഛനും എല്ലാവരും ഉള്ള ഹാപ്പി ആയിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള വ്ളോഗ്സുകൾ ഇനിയും നമുക്ക് എല്ലാവർക്കും എത്രയും പെട്ടെന്ന് തന്നെ കാണാനായിട്ട് സാധിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.